പിന്നെ കാറി തുപ്പും സത്യം. ഇരിക്കേണ്ടത് കാറിയും. ഇതൊക്കെയാണ് എനിക്ക് പ്രശ്നം. അല്ലാതെ വേറെ അവരുടെ വൈരാഗ്യോ പിണക്കോ അങ്ങനെയൊന്നും ആരും ആയിരിക്കും. ഗിത്താറെല്ലാം കൂടെ വീട്ടിൽ ഞാൻ അടുപ്പിൽ വയ്ക്കും പാട്ടി. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ അവന് പറ്റില്ല. പണക്കങ്ങളോ ഒന്നുമില്ല. ആരും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ സ്വന്തം കാര്യം നോക്കുന്ന കുറച്ച് പേരായിരുന്നു. ഈ സോനുവിന്റെ റൂമിൽ ബിനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ഗുണ്ട എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ ഈ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഒന്നെന്ന് ടി വി കണ്ടോണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്തു, ആ ടി വി എടുത്ത് സോനുവിന്റെ മുറിയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ഇല്ല, പുള്ളിക്കും ഡിസ്റ്റർബൻസ് ഇല്ല. ഞാൻ എല്ലാ പരിപാടികളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. പുള്ളി 6 മണിക്ക് ഇരുന്ന സീരിയലാണ്. ബാക്കി എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന സോനുവാണ്. എന്റെ ചികിത്സയും കാര്യങ്ങളും എല്ലാം. ഞാൻ ഈ മുറി വിട്ട് പുറത്തു പോയിട്ടൊന്നുമില്ല. ഒരു ജയിൽവാസം പോലെ തന്നെ. ഈ ബിനീഷയുടെ കുറച്ച് കയ്പാണ്, കുറച്ച് പ്രശ്നക്കാരനാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയൂല. 1-2 കേസൊക്കെ ഉണ്ട്. ഇത് നിങ്ങളിപ്പം ഈ മെമ്മറി കാർഡൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല സർവീസിന് പോയാൽ അവന്മാർ ലീക്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങേരെ ജീവിതം പൊട്ടിച്ചറോ. അങ്ങേരാണ് ഇപ്പം വൈഫുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. റെന്റ് ഷെയർ ചെയ്യും, കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഷെയർ ചെയ്യും. അതേ ഉണ്ടായിരുന്നുള്ളൂ. ആകെപ്പാടെ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് സോനിനോട് മാത്രം. അതിവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അഖിൽ വരുന്നത് വരെ ഒരു 5 ദിവസത്തെ പരിചയമുള്ളൂ. ഇവിടെ വന്നുള്ള പരിചയം തന്നെയാണ് എനിക്ക് അഖിലിൻ്റെ അടുത്തുള്ളത്. പക്ഷെ ആ ഒരു 5 ദിവസത്തിന് ശേഷമാണ് എനിക്ക് വീടുമായിട്ട് അങ്ങോട്ടൊരു അടുപ്പം ഉണ്ടായത്. ഞാനും അഖിലും ജോസഫും ഹൈസ്കൂളിൽ ഒരുമിച്ചായിരുന്നു കൊല്ലത്ത്. അന്നേ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഹാപ്പി ആക്കി വെക്കുന്ന ഒരാൾ. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പോലും വളരെ ചുരുക്ക സുഹൃത്തുക്കളേ ഉള്ളൂ. പക്ഷെ അഖിലിന് അങ്ങനെയല്ല.